നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറുമായി സഹകരിച്ച് ഒക്ടോബറിൽ നടത്തുന്ന ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് വി ഡി സതീശനുമായി ആൽഫ ചെയർമാൻ കെ എം നൂറുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ച നടത്തി. അദ്ദേഹത്തിന്റെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ആൽഫ ഓവർസീസ് കൗൺസിൽ ഭാരവാഹി വി എസ് സുഗുണൻ, ഗവേണിംഗ് കൗൺസിൽ കൺവീനർ കെ എ ഖദീജാബി, മെമ്പർമാരായ വി ജെ തോംസൺ, ഷെഫീർ കാരുമാത്ര തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ആൽഫ ഗവേണിംഗ് കൗൺസിൽ, സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ, ഇന്റർനാഷണൽ കോൺഫറൻസ് സബ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരുടെ യോഗം ഇന്നലെ ആൽഫ തറവാട്ടിൽ ചെയർമാൻ കെ എം നൂറുദ്ദീന്റെ നേതൃത്വത്തിൽ നടന്നു. കോൺഫറൻസുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത യോഗം ലോക ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തുന്ന വാക്കത്തോണിനെ കുറിച്ചുള്ള രൂപരേഖയും തയ്യാറാക്കി. ട്രസ്റ്റി താഹിറ നൂറുദ്ദീൻ, SAPC ബോർഡ് മെമ്പർ പ്രൊഫസർ കുസുമൻ ജോസഫ്, ഗവേണിംഗ് കൗൺസിൽ കൺവീനർ കെ എ ഖദീജാബി, മെമ്പർമാരായ ഷെഫീർ കാരുമാത്ര, കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, അഡ്മിനിസ്ട്രേറ്റർ സന്ധ്യ സുജിത്, SAPC സ്റ്റേറ്റ് കോർഡിനേറ്റർ ഫാബിൻ ബേബി തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആൽഫ മാള സെന്റർ പ്രതിമാസ അവലോകന യോഗം നടത്തി. പ്രസിഡന്റ് എ അഷ്റഫിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളും സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു. ഷീല ജോസ് സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി ലിസി ജോണി പ്രതിമാസ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ഹർഷാദ് പുളിക്കൽ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് പ്രസിഡന്റ് അവതരിപ്പിച്ചു. സെന്ററിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ യോഗം തീരുമാനിച്ചു. സീനിയർ സ്റ്റാഫ് നഴ്സ് ജിൽസ ഹോം കെയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മീഡിയ ഇൻചാർജ് ഷൈനി റാഫേൽ നന്ദി പറഞ്ഞു. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.